നമുക്കിന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ നെയ്ക്കകത്തേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അത് വീർത്ത് വരുന്ന സമയത്ത് അതും കോരി മാറ്റാം. നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ വേവിച്ച് നെയ്ക്കകത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴം നല്ലപോലെ വെന്ത് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഒരു പിടുത്തം തേങ്ങ ഈ സമയം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു അര സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിനകത്തേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. നല്ലപോലെ തന്നെ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം നെയ്ക്കകത്തിട്ട് വരട്ടിയതും കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഇതിനകത്തേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഒരു മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചില പിള്ളേർക്ക് തേങ്ങ ഇഷ്ടമുണ്ടാവില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.